ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇടതുമുന്നണിക്കുണ്ടാക്കിയ പരിക്ക് ചെറുതായിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ സമാനമായ ദുരന്തം ആവർത്തിക്കരുതെന്ന ഉറച്ച വാശിയിലാണ് CPM. അതിനാലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ A. വിജയരാഘവനെ കളത്തിലിറക്കിയിരിക്കുന്നത്. 5 വർഷം പാലക്കാട് മണ്ഡലത്തിലെ നിത്യസാന്നിധ്യമായ ശ്രീകണ്ഠൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വന്നതോടെ ശക്തമായ പോരാട്ടത്തിനാണ് പാലക്കാട് മണ്ഡലം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പാലക്കാട് UDFന്റെ കുത്തക മണ്ഡലമാക്കിയ VS വിജയരാഘവൻ എന്ന കോൺഗ്രസ് നേതാവിനെ 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തറ പറ്റിച്ച് അത്ഭുതം സൃഷ്ടിച്ചയാളാണ് പാലക്കാട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി A. വിജയരാഘവൻ. മലമ്പുഴ ഡാമും ശിരുവാണിയും അട്ടപ്പാടി മലനിരകളും സൈലന്റ് വാലിയും നിളാതടവും ഉൾപ്പെടുന്ന പാലക്കാട്, മലമ്പുഴ, മണ്ണാർക്കാട്, കോങ്ങാട്, ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പാലക്കാട്ടെ ലോക്സഭാ മണ്ഡലം. രൂപവൽക്കരണ ശേഷം നടന്ന 16 തെരഞ്ഞെടുപ്പുകളിൽ 11ലും ഇടത് പ്രതിനിധികളാണ് ജയിച്ചു കയറിയത്. 1991 വരെ നടന്ന 5 തെരഞ്ഞെടുപ്പുകളിൽ 4ലും കഴിഞ്ഞ തവണ VK ശ്രീകണ്ഠനിലും മാത്രം ഒതുങ്ങുന്നതാണ് UDFന്റെ നേട്ടക്കണക്ക്. 1967 EK നായനാരാണ് ഇടത് സ്ഥാനാർത്ഥിയായി പാലക്കാട്ട് നിന്ന് പാർലമെന്റിലെത്തിയത്. ഏറെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്ക് ശേഷം നടന്ന 1971 തെരഞ്ഞെടുപ്പിൽ AKG പാലക്കാട്ട് നിന്ന് ജയിച്ചു കയറി. 1977 പാലക്കാട് കോട്ട A. സുന്ന സാഹിബിലൂടെ കോൺഗ്രസ് കൈയടക്കി. 1980 CPMലെ T. ശിവദാസ മേനോനെ പരാജയപ്പെടുത്തി VS വിജയരാഘവൻ മണ്ഡലത്തിൽ കോൺഗ്രസ് സാന്നിധ്യമായി സ്ഥാനമുറപ്പിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിലും വിജയരാഘവൻ വിജയം നിലനിർത്തി. എന്നാൽ 1989 കടുത്ത മത്സരത്തിൽ ഇപ്പോഴത്തെ LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ അദ്ദേഹത്തെ അട്ടിമറിച്ചു. 1826 വോട്ടുകൾക്കായിരുന്നു ജയം. SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കെയാണ് വിജയരാഘവൻ സ്ഥാനാർത്ഥിയായത്. 1971 വിജയിച്ച AKGക്ക് ശേഷം പാലക്കാട് ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിച്ച വ്യക്തി എന്ന ഖ്യാതിയും അത്തവണത്തെ വിജയത്തിനുണ്ടായിരുന്നു. 1991 മടങ്ങിയെത്തിയ VS വിജയരാഘവൻ സീറ്റ് തിരിച്ചുപിടിച്ചത് ബാക്കി പത്രം. മണ്ഡലപരിധിയിൽ വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ഇടത്ത് മാത്രമേ UDF പ്രതിനിധികളുള്ളൂ. 2014 മണ്ണാർക്കാടും പാലക്കാടും ഒഴികെ ബാക്കി 5 നിയമസഭാ മണ്ഡലങ്ങളിലും MP രാജേഷിനായിരുന്നു ലീഡെങ്കിൽ 2019 പട്ടാമ്പി കൂടി ശ്രീകണ്ഠൻ UDFനൊപ്പം ചേർത്തു. 2021 മെയ്യിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട്, പാലക്കാട് ഒഴിച്ച് ബാക്കിയുള്ളവ ഇടതുപക്ഷം നിലനിർത്തുകയായിരുന്നു. 2014 UDF സ്ഥാനാർത്ഥി MP വീരേന്ദ്രകുമാറിനെതിരെ 1,05,300 വോട്ടുകളുടെ വിജയം നേടിയ CPMലെ MP രാജേഷിനെ 11,637 വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ ശ്രീകണ്ഠൻ തറ പറ്റിച്ചത്. ശ്രീകണ്ഠൻ പാലക്കാട്ടുകാരുടെ കൺമുന്നിലുണ്ടായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നത് അത്ര പ്രയാസമുള്ള ഒന്നല്ല. മാത്രവുമല്ല 2014 34.21% വോട്ട് നേടിയ UDF കഴിഞ്ഞ തവണ 38.83% വോട്ടാണ് നേടിയത്. ഇടതു മുന്നണിക്കാവട്ടെ 2014 പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് 45.35% വോട്ട് വിഹിതം 37.7% കുറയുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വം, മോദിക്കെതിരെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തൽ, CPMലെ വിഭാഗീയത എന്നിവയാണ് കഴിഞ്ഞ തവണ UDFന്റെ വിജയ കാരണങ്ങളായി വിശദീകരിക്കപ്പെട്ടത്. എന്നാൽ CPMലെയും CPIയുടെയും വിഭാഗീയത തീർത്ത് 10 മടങ്ങ് ശക്തിയോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം നേരിടുന്നത്. പാലക്കാടും മണ്ണാർക്കാടും ഒഴികെയുള്ള നിയമസഭാ മണ്ഡലങ്ങളെല്ലാം വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചതെന്നത് ഇടതുപക്ഷത്തിന് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മാസങ്ങൾക്ക് മുൻപേ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നാണ് BJP ഒരുങ്ങിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടും മലമ്പുഴയിലും 2ാം സ്ഥാനത്തെത്തിയതിന്റെ ആവേശം അണികളിലുണ്ട്. കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് മത്സരിച്ച് 2,18,556 വോട്ട് നേടിയ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ പ്രചാരണത്തിൽ ഏറെ മുന്നിലാണ്. 2014 15.09% വോട്ട് വിഹിതം കഴിഞ്ഞ തവണ കൃഷ്ണകുമാർ 21.26% ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്.